വെടിനിർത്തൽ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്തംഭിക്കുകയും അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തതിന് പിന്നാലെ ഗാസയിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ സൈന്യം. ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണത്തിൽ 44 പേർക്ക് ജീവൻ നഷ്ടമായി. ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ വിഭാഗമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം കൂടിയാണിത്. മധ്യ ഗാസയിലെ 3 വീടുകൾക്കും ഗാസ സിറ്റിയിലെ ഒരു കെട്ടിടത്തിനും ഖാൻ യൂനിസിലും റാഫയിലും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുണ്ട്. റമദാൻ മാസത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ 70ഓളം പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. ആക്രമണം പുനരാരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഗാസ മുനമ്പിലെ ഹമാസ് ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് സൈന്യം പറഞ്ഞത്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് ആവർത്തിച്ച് വിസമ്മതിച്ചതും US പ്രസിഡൻഷ്യൽ ദൂതനിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും നിരസിച്ചതുമാണ് നിലവിൽ ആക്രമണം നടത്താൻ ഇടയാക്കിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇരു കൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ തുടരുന്നത് ഗാസ മുനമ്പിലെ മരണങ്ങളാണ്. ഇസ്രായേൽ ഇനി ഹമാസിനെതിരെ വർദ്ധിച്ച സൈനിക ശക്തിയോടെ തന്നെ പ്രവർത്തിക്കുമെന്ന് നെതന്യാഹു സർക്കാർ വ്യക്തമാക്കിയപ്പോൾ നിലവിലെ സാഹചര്യത്തിന് നെതന്യാഹുവാണ് കാരണമെന്നാണ് ഹമാസ് വാദിക്കുന്നത്. കരാർ ലംഘിച്ചതിനും അട്ടിമറിച്ചതിനും നെതന്യാഹുവിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് ഹമാസ് പറയുന്നു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തി ഏകദേശം 1200 പേരെ കൊന്നൊടുക്കിയതോടെയാണ് മേഖലയിൽ യുദ്ധം തുടങ്ങിയത്. 47,000ഓളം പലസ്തീനികൾക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് പേർക്ക് വീടും